കേന്ദ്ര അവഗണനയ്ക്ക് എതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. 2 മുഖ്യമന്ത്രിമാർ അടക്കം ദേശീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. കേന്ദ്ര സർക്കാർ ഫെഡറലിസ്റ്റ് തകർത്തെന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമരവേദിയിലും മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ പരിഹസിച്ചു. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവരിക വഴി ദേശീയ തലത്തിലേക്ക് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഒപ്പം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഴുവൻ ശബ്ദമായി മാറ്റാനുമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചായാണ് കേരള ഹൗസിൽ നിന്നും ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് മന്ത്രിമാരും MLA-മാരും MP-മാരും എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഫാറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജ് തുടങ്ങിയവർ കേരളത്തിന്റെ പ്രതിഷേധവേദിയിൽ പിന്തുണയുമായി എത്തി. സീതാറാം യെച്ചൂരി, D. രാജ അടക്കമുള്ള ഇടതു നേതാക്കളും മുൻനിരയിലുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളെ സമതുല്യതയോടെ പരിഗണിക്കുന്ന പുതിയ പുലരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് ആമുഖമായി മുഖ്യമന്ത്രി. Today we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the center-state relations. Thus, the 8th of February 2024 is going to be a red-letter day in the history of the Republic of India. പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തോട് കേന്ദ്രം വിവേചനം കാട്ടി. കേന്ദ്ര സർക്കാരാണ് ഐക്യത്തിന് വിഘാതം ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങള് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ ഫെഡറലിസമാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുന്നത്. ഡൽഹിയിലെ സമരവേദിയിലും ഗവർണറെ വിമർശിക്കാനും പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. സമരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും ചർച്ചയായി. കോൺഗ്രസ് വിട്ടുനിന്നെങ്കിലും 2 മുഖ്യമന്ത്രിമാരടക്കം പ്രധാന നേതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞ പ്രതിഷേധം വലിയ വിജയം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. ജന്തർ മന്ദിറിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ മുഖ്യമന്ത്രി കൂടാതെ മറ്റ് 2 മുഖ്യമന്ത്രിമാരും കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് ഈ പരിപാടിയുടെ മാറ്റുകൂട്ടി. തീർച്ചയായിട്ടും ഈ പ്രതിഷേധ പരിപാടി വൻ വിജയമായി എന്നാണ് LDFും സംസ്ഥാന സർക്കാരും കണക്കുകൂട്ടുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യവേദിയായിട്ട് കൂടി ഈ വേദി മാറി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആസൂത്രണം ചെയ്ത പരിപാടി വൻ വിജയമായി എന്ന് എല്ലാവരും കണക്കുകൂട്ടുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ. അപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ ശക്തി പ്രകടനം കൂടിയായി മാറി ഈ പരിപാടി എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനോട് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു. ചോദിച്ചപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്. മോഡി നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ ഏരിയയിലും ഇൻഫ്രാസ്ട്രക്ചർ വഴി കേരളത്തിന് കൊടുക്കേണ്ട കേന്ദ്ര വിഹിതം തക്ക സമയത്ത് കൊടുക്കേണ്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഐക്യവേദി. പ്രതിപക്ഷ ഐക്യവേദിയൊന്നുമല്ല. അവർ ചെയ്യുന്ന നല്ലതല്ലേ, BJP ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. ഇവർ പണം കിട്ടിയില്ല എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ദൂരത്തടുത്ത് നടക്കണം. പ്രതിപക്ഷത്തുള്ള മറ്റെല്ലാ സ്റ്റേറ്റും, കർണാടകയും തമിഴ്നാട്, അതേപോലെ നമ്മുടെ കേരളം, ഇവിടെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും അവിടെ ഇതേ സമയം സമരം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയും. കേരളത്തിന് കിട്ടാനുള്ളത് അത് കൊടുക്കന്നെ വേണം, അതന്നെ ശരിയാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ കൂടുതൽ ശക്തികൾ വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്താണെന്ന് പറയുക, എല്ലാവരും ഇനിയിപ്പോൾ പല സ്ഥലത്തുനിന്നും വരാനുണ്ട്. ഐക്യമായിട്ട് മുന്നോട്ട് പോയാലേ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ഒരു പാർട്ടിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ BJP-നായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഐക്യത്തിൽ കൂടി പോകണമെന്നാണ് ഇപ്പോൾ ഇതേമാതിരി തന്നെ